എല്ലാവർക്കും വലിയൊരു നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സൂപ്പർ ഒരു ഫേസ് പാക്ക് പറയാൻ തരാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും കുറെ നാളായി ചോദിച്ചുകൊണ്ടിരിക്കുന്നു, നല്ലൊരു ഫേസ് പാക്ക് ചേച്ചി പറഞ്ഞതായോ. അപ്പൊ കുറെ ഫേസ് പാക്ക് ഉണ്ട് എന്റെ കയ്യില്. അപ്പൊ അതൊക്കെ ഓരോന്നായിട്ട് ഞാൻ ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് തരാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ മുഖത്തെ രോമവളർച്ച കുറയ്ക്കാനും അതേപോലെ തന്നെ സ്കിന്നില് നമുക്ക് ചുളിവുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടാനും പിന്നെ നമ്മുടെ മുഖം നന്നായിട്ട് ഗ്ലൈസിങ് ആവും, നന്നായിട്ട് കളറും വെക്കും കേട്ടോ. നമ്മുടെ മുഖത്തെ പാടുകളും ഒക്കെ മാറിക്കിട്ടും. പിന്നെ കറുത്ത കുത്തുകൾ വരുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഇത് ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് വ്യത്യാസം നമുക്ക് ചേഞ്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് വെയിലടിച്ചിട്ടുണ്ടാവുന്ന ടാനൊക്കെ മാറാൻ ഒരുപാട് സഹായിക്കുന്ന ഒരു ഘടകമാണ് എന്ത് നമ്മുടെ ഇന്നത്തെ ഫേസ് പാക്ക്. അപ്പൊ അതിൽ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കസ്തൂരി മഞ്ഞളുണ്ട്. ഒരുപാട് പേര് പറയുണ്ടായി ചേച്ചി കസ്തൂരി മഞ്ഞൾ തേച്ചിട്ടൊന്നും കാര്യമില്ല, നമ്മുടെ മുഖത്തെ രോമവാഴ്ചയൊന്നും കുറയണില്ല, അല്ലെങ്കിൽ ഇന്ന പോലത്തെ വ്യത്യാസങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ന്. നിങ്ങൾക്ക് അത് ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ ആവില്ല കിട്ടുണ്ടാവുക. അപ്പൊ ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ നോക്കി മേടിക്കാൻ ശ്രമിക്കുക. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ മുൾട്ടാനി മിട്ടിയാണ്. മുൾട്ടാനി മിട്ടി അങ്ങനെ തന്നെ മുൾട്ടാനി മിട്ടിയാണ്. മുൾട്ടാനി മിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തുണ്ടാവുന്ന ചുളികൾ മാറാനും മുഖത്ത് കൂടുതലായിട്ട് എണ്ണമയം പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അതൊക്കെ കുറയ്ക്കാനും മുഖം നന്നായിട്ട് ഗ്ലൈസിങ് ഉണ്ടാവാനും നമ്മളിപ്പോ ഒരു പാർട്ടിക്കൊക്കെ പോവുകയാണെങ്കിൽ ബെസ്റ്റ് ഐഡിയയാണ് മുൾട്ടാനി മിട്ടിയുടെ പാക്ക് ഇടുക എന്നുള്ളത്. അത് നിങ്ങൾക്ക് ഏത് ഐഡിയ കൂടെയും വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഈ മുൾട്ടാനി മിട്ടി പറയണത്. അപ്പൊ അടിപൊളി സംഭവമാണ്, നാച്ചുറലായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സൂപ്പർ സാധനമാണ് മുൾട്ടാനി മിട്ടി ഫേസിന്. അതേപോലെ തന്നെ നമ്മളിതിൽ ഉപയോഗിക്കുന്നത് തൈരാണ്. നമ്മൾ പശുവിന്റെ പാലിൽ നിന്ന് നമ്മൾ വീട്ടിലുണ്ടാക്കി എടുക്കുന്ന അടിപൊളി കട്ട തൈര്. ഓക്കെ, ഈ ഒരു 3 ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോണത്, കൂട്ടിച്ചേർത്ത് അടിപൊളി ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം, എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ള ഒരു വിശദീകരണത്തിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, അപ്പൊ എല്ലാവരും കൂടെ പോരും. അപ്പൊ നമ്മളിവിടെ ഒരു ബൗൾ എടുത്തു. നമ്മൾ എന്ന് എടുക്കാറുള്ള ഒരു ബൗളാണ്. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യാം, ഒരു 1.5 ടീസ്പൂണ് അത്രയും മതി കേട്ടോ. 1.5 ടീസ്പൂണ് കസ്തൂരി മഞ്ഞൾ ആഡ് ചെയ്യുക. എന്നിട്ട് നമുക്ക് മുൾട്ടാനി മിൽറ്റിയാണിത്, 1 ടീസ്പൂണ് മുൾട്ടാനി മിൽറ്റി ആഡ് ചെയ്യുക. ഇത് നല്ല കട്ട തൈരാണ് കേട്ടോ, നമ്മളെ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള തൈരാണ്. കണ്ടോ, ഇത് നമുക്ക് ഈ ഒരു മിക്സ്ചർ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം, നന്നായിട്ട് ഇളക്കിയെടുക്കണം കേട്ടോ. ഒരു 1.5 ടീസ്പൂൺ ഈ ഒരു സ്പൂണിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിത് കൈകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് കുറുകിയിട്ടാണ് വന്നിരിക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കുറച്ചും കൂടി തൈര് ആഡ് ചെയ്യാം കേട്ടോ. ഈ തൈര് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഇനിയിപ്പോൾ ചിലവർക്ക് എണ്ണമയം കൂടുതലായിട്ട് വരുന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് മുൾട്ടാനി മിൽറ്റി കുറച്ചും കൂടി ആഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, കുറച്ചും കൂടി തൈര് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. തൈര്, നല്ല കട്ട തൈര്, വീട്ടിലുണ്ടാക്കിയിട്ടുള്ള ഒറിജിനൽ പാല് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള കട്ട തൈര്, നല്ല ഒറിജിനൽ കസ്തൂരി മഞ്ഞളിന്റെ പൊടിയാണ് കേട്ടോ. അതേപോലെ തന്നെ മുൾട്ടാനി മിട്ടി. ഓക്കെ, ഇത് 3 നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. നന്നായിട്ട് നമ്മൾ കൈ കൊണ്ട് യോജിപ്പിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 6 മിനിറ്റ് ഒക്കെ നമ്മളത് എടുത്തു വെക്കുക, അത് നന്നായിട്ടൊന്ന് യോജിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതിന്റെ ഗുണങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലോ. നമുക്ക് റിങ്കിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ, അതായത് മുഖത്ത് ചുളിവുകൾ വീണിട്ടുണ്ടെങ്കിൽ അതൊക്കെ നന്നായി മാറിക്കിട്ടും. അതേപോലെ തന്നെ നല്ല ഗ്ലൈസിങ് വരും മുഖം. നമ്മുടെ മുഖത്തെ രോമവളർച്ചയൊക്കെ ഇല്ലാണ്ടാക്കാൻ സഹായിക്കുന്നതാണ് കസ്തൂരി മഞ്ഞൾ. നിറം വെക്കാനും സഹായിക്കുന്ന നല്ലൊരു 3 ഘടകങ്ങളാണ് ഇത് കേട്ടോ. അപ്പൊ നമുക്കിതിനി മുഖത്ത് അപ്ലൈ ചെയ്യാം. അപ്പൊ നമ്മൾ എന്താണ് പാക്കൊക്കെ നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കണ്ടോ. 3 കൂടി നന്നായിട്ട് യോജിച്ചിട്ട് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഇത് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ, നിങ്ങളിപ്പോ ഇത് ആഴ്ചയിൽ ഒരു ദിവസമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഫേസ് ഒന്ന് നന്നായിട്ട്
നമ്മൾ വാഷ് ചെയ്യണം. ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് തക്കാളി ഉപയോഗിക്കാം, ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ചെറുപയർ പൊടി ഉണ്ടെങ്കിൽ ചെറുപയർ പൊടിയും തക്കാളിയുടെ നീരും കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രബിങ് ഇഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെയൊക്കെയുള്ള ഐഡിയകൾ ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ ഓറഞ്ച് കളറിലൊരു പരിപ്പുണ്ടല്ലോ, മസൂദാർ പരിപ്പോ എന്തൊക്കെയോ എന്തൊരു പേര് പറഞ്ഞിട്ടുള്ള പരിപ്പുണ്ട്, അതിന്റെ പൊടിയാണ്. ഞാൻ എല്ലാ വീഡിയോസിലും ഒരുവിധം എല്ലാ വീഡിയോസിലും ഞാൻ കാണിച്ചിട്ടുള്ള ഒരു പൊടി തന്നെയാണ്. കണ്ടോ, ഈ ഒരു പൊടിയാണ്. അപ്പൊ ഞാൻ ഇത് ലേശം കയ്യിലെടുക്കും. മുഖം കഴുകാൻ പോവാണ് കേട്ടോ. ലേശം കയ്യിൽ ഇങ്ങനെ എടുക്കും. കണ്ടോ, ഇത് കുട്ടപ്പായുടെ ഐസ്ക്രീമിൽ നിന്ന് അടിച്ചു മാറ്റിയിട്ടുള്ള സ്പൂണാണ്. ഈ ഒരു പൊടി ലേശം എടുത്തിട്ട് ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ആപ്പിൾ സീഡ് വിനെഗർ ഉണ്ടല്ലോ, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ലേശം ഒഴിക്കാം. എന്നിട്ട് കുറച്ച് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മുഖം നന്നായിട്ട് വാഷ് ചെയ്യാം. അല്ലെങ്കിൽ റോസ് വാട്ടർ ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് മുഖം നന്നായിട്ട് ക്ലീൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ചെയ്യാവുന്നതാണ്. ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ഇതിൽ എന്ത് ചെയ്യാം, നമുക്ക് കുറച്ച് തൈരും അല്ലെങ്കിൽ കഞ്ഞിവെള്ളവും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് തേക്കാം. ഇല്ലെങ്കിൽ തേൻ മിക്സ് ചെയ്തിട്ടും തേക്കാം. എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ക്ലീനിങ് മെത്തേഡിന് വേണ്ടിയിട്ട് എടുക്കാം, യാതൊരു പ്രശ്നവുമില്ല. ഞാനിപ്പോൾ ഇത് ഇവിടെ എടുക്കാൻ പോകുന്നത് കുറച്ച് കഞ്ഞിവെള്ളമാണ് കേട്ടോ. അപ്പൊ ഞാൻ എന്തായാലും കഞ്ഞിവെള്ളം മിക്സ് ചെയ്തിട്ട് മുഖം നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട്, നമ്മൾ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ എടുക്കാം കേട്ടോ, ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് തക്കാളിയുടെ നീരെടുക്കാം, അല്ലെങ്കിൽ ഉരുളൻകിഴങ്ങിന്റെ നീരെടുക്കാം, ഇതേപോലെ തന്നെ ആപ്പിൾ സീഡ് വിനെഗർ എടുക്കാം. ഏത് വേണമെങ്കിൽ നിങ്ങളുടെ ചോയ്സാണ്. അതൊക്കെ ഓരോരുത്തരുടെ സ്കിന്നിനനുസരിച്ച്. ഇവിടെ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഉപയോഗിക്കാൻ. അപ്പൊ ഞാൻ എന്തായാലും മുഖം ഒന്ന് കഴുകട്ടെ ആദ്യം, എന്നിട്ട് നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്തിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാൻ പച്ചവെള്ളം കൊണ്ട് മുഖം നല്ല രീതിയിൽ കഴുകിയിട്ടുണ്ട്. ഇനി നമുക്കിത് അപ്പോൾ ഇതിനേക്കാൾ നന്നായിട്ട് അറിയുന്നവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ, യാതൊരു പ്രശ്നമില്ല. ഒരു 3 മിനിറ്റ്സ് ഞാനിതിങ്ങനെ വെക്കും കേട്ടോ. ചെവിട്ടിലും ചെയ്യണം കേട്ടോ. എനിക്കിപ്പോൾ ചെവിട്ടിൽ ചെയ്യാൻ ഞാൻ ശ്രമിക്കണില്ല. എന്താ വെച്ചാൽ കമ്മലൊക്കെ ഊരി വയ്ക്കും ഞാനേ ചെവിട്ടിൽ ചെയ്യുമ്പോഴേ. എനിക്ക് ഭയങ്കര മടിയാ. അപ്പൊ എന്തായാലും ഒരു 3 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നും കൂടി മുഖം നന്നായിട്ട് വാഷ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഏകദേശം 3 മിനിറ്റ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും നല്ല തണുത്ത വെള്ളത്തിൽ എന്തായാലും മുഖം പോയിട്ടൊന്ന് വൃത്തിയായി കഴുകിയെടുക്കാം. ഓക്കെ, അപ്പൊ നമ്മള് നല്ല വെള്ളത്തില് നന്നായിട്ട് മുഖം കഴുകിയെടുത്ത്, ഞാന് കുളിക്കുന്നതിന് മുന്നേ ആണ് കേട്ടോ. ഇനി പാക്കൊക്കെ ഇടുകയാണെങ്കിൽ തന്നെ ഇടാറുള്ളൂ. നല്ല രീതിയിൽ ഒപ്പിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പാക്ക് അപ്ലൈ ചെയ്യാം. ഈ വെള്ളം നന്നായിട്ട് അവിടെ ഉണങ്ങി പോരുത് കേട്ടോ. അതായത് നമ്മൾ മുഖം കഴിഞ്ഞിട്ടുള്ള ഒരു നനവിൽ തന്നെ നമ്മൾ പാക്ക് അപ്ലൈ ചെയ്യണം. ഇനി നമ്മളിതാ പാക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ളത് ഒന്നും ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് നമുക്ക് എന്താ അപ്ലൈ ചെയ്യുകയാണെങ്കിലേ, ഇനിയിപ്പോൾ മുഖത്തായിക്കോട്ടെ, തലയിലായിക്കോട്ടെ, ഇനിയിപ്പോൾ വേറെ എന്ത് സാധനം ആയിക്കോട്ടെ, ഇപ്പോൾ മരുന്നും ആയിക്കോട്ടെ, നമുക്കൊരു കോൺഫിഡൻറ്റ് വേണം കേട്ടോ. ഇല്ലെങ്കിൽ ഇപ്പോൾ ഇനി എന്ത് ശർക്കര പായസം വെച്ചാലും നമുക്ക് റിസൾട്ട് കിട്ടില്ല. ഇതാണ് ഇത്. കയ്യുമ്മലും കാലുമ്മലും ഒക്കെ തേക്കാട്ടോ. നന്നായിട്ട് തേച്ചു കൊടുക്കാം. ഈ മഞ്ഞുകാലത്തുള്ള മുടി സംരക്ഷണത്തെ കുറിച്ചിട്ട് വീഡിയോ ചെയ്യണം എന്നുള്ള ആളുകൾ കമന്റ് ചെയ്യൂ കേട്ടോ. ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ. ഓക്കെ, അപ്പൊ ഞാൻ അതും ചെയ്യാം. നല്ല കട്ടിക്കാണ്ട് ഇട്ട് കൊടുക്കാം. ഒരു ബ്രഷ് ഉണ്ടെങ്കിൽ സുഖാ. അപ്പൊ ബ്രഷൊക്കെ കയ്യിലുള്ളവര് ബ്രഷ് വെച്ചിട്ടിട്ടോളൂ. ഞാൻ ബ്രഷൊന്നും മേടിക്കാൻ പോവാറില്ല, മീശൊക്കെ വരാതിരിക്കാൻ വേണ്ടിട്ടേ.
ഒരുപാട് പേര് എന്നോട് ചോദിക്കണ്ടായി എന്തിനാ ചേച്ചി ഇങ്ങനെ ഒപ്പിയെടുക്കണേന്ന് പാക്ക് തേച്ച് കഴിഞ്ഞിട്ടേ. അത് അങ്ങനെ ചെയ്താലാണ് നമുക്ക് കൂടുതൽ എഫക്റ്റ് കിട്ടുക. ഞാൻ ആദ്യം കഴുകുക ചെയ്തിരുന്നു. പിന്നെ ഏട്ടൻ പറഞ്ഞു നീ ഇങ്ങനെ ഒരു തുണി കൊണ്ട് ഇങ്ങനെ ഒപ്പിയെടുക്ക്, എന്നാലാണ് അതിന്റെ ഫുൾ റിസൾട്ട് കിട്ടുള്ളൂ എന്ന്. അതിനുശേഷം ഞാനിങ്ങനെ നനഞ്ഞ ഒരു പാത്രത്തിൽ വെള്ളം എടുക്കും, എന്നിട്ട് ഒരു തുണി കൊണ്ട് ജസ്റ്റ് ഒന്ന് ഒപ്പിയെടുക്കാറാണ് പതിവ്. അപ്പൊ കുറച്ച് ബാക്കിയുണ്ട്. ഇത് ഞാൻ കയ്യമ്മ തേക്കാനുള്ള പരിപാടിയില്ല. അപ്പൊ നമുക്ക് എന്തായാലും കയ്യമ്മൊക്കെ തേക്കാം. ഇപ്പൊ മുഖത്തും കഴുത്തിലൊക്കെ ഞാൻ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് കഴുകി കഴിഞ്ഞിട്ട് ഇത് ഉണങ്ങി ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് ഇത് ഉണങ്ങും. ഉണങ്ങി കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം. പിന്നെ വല്ല അലർജിയോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത് നമ്മുടെ ഈ കഴുത്തിന്റെ ബാക്കില് അല്ലെങ്കിൽ നമ്മുടെ ഇവിടെയൊക്കെ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് വേണം, കയ്യുമ്മലൊക്കെ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് വേണം നിങ്ങളിത് യൂസ് ചെയ്യാൻ. അപ്പോൾ നമ്മുടെ പാക്ക് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തുടച്ചെടുക്കാം. ഓക്കെ, തുടച്ചെടുത്തിട്ട് വരാം കേട്ടോ. ഇത് കാണിച്ചു തരാം അങ്ങനെ തുടച്ചെടുക്കാന്നുള്ളത്. സംസാരിക്കാനില്ല അധികം. ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മള് നല്ല രീതിയിൽ തന്നെ എല്ലാവരും തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറേശ്ശെ അവിടെ ഇവിടെയൊക്കെ ബാക്കിയായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. കറക്റ്റായിട്ട് എല്ലാവരും നല്ല വൃത്തിയിൽ തുടച്ചെടുത്തപ്പോൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നുണ്ടാവും ഒരു വ്യത്യാസം. നമ്മള് പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേയും പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള വ്യത്യാസം നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. ഇത് നമ്മൾ ആഴ്ചയിൽ ഒരു 3 വട്ടമൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. വളരെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഇനി എന്തൊക്കെ സംഭവങ്ങളാണ് ഞാൻ ഇടേണ്ടത്, അതായത് നമ്മുടെ വീഡിയോസിൽ ഇടേണ്ടതെന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ വന്നിട്ട് കമന്റ് ചെയ്യുക. നമ്മുടെ മഞ്ഞുകാലത്തെ മുടി സംരക്ഷണത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, കമന്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്തത് എന്തായാലും വരുന്നതായിരിക്കും. എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒരുപാട് സ്നേഹം അങ്ങോട്ട്. അപ്പൊ എല്ലാവർക്കും ടാറ്റ, ബാബാ, സീ യു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.